എന്താണ് കുംഭമേള? അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. അലഹബാദ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുക. അർദ്ധകുംഭമേള 6 വർഷത്തിലൊരിക്കൽ ഹരിദ്വാറിലും അലഹബാദിലും നടക്കുന്നു. 2007 നടന്ന അർദ്ധകുംഭമേളയിൽ 700 ലക്ഷം പേർ പങ്കെടുത്തതായി കരുതപ്പെടുന്നു. 12 പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള 2013 അവസാനമായി നടന്നത്. ഇപ്പോഴുള്ള ആരുടെയും ജീവിതത്തിൽ ഇനിയൊരു മഹാകുംഭമേള ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ്. 3 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കാറുണ്ട്. അലഹബാദിലെ പ്രയാഗയിൽ ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥാനത്തും, ഹരിദ്വാറിൽ ഗംഗാതീരത്തും, ഉജ്ജയിനിയിൽ ക്ഷിപ്രയുടെ തീരത്തും, നാസിക്കിൽ ഗോദാവരി തീരത്തും 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നു. ഒരിടത്ത് കുംഭമേള നടന്ന് 3 വർഷം കഴിഞ്ഞായിരിക്കും അടുത്ത സ്ഥലത്തെ മേള നടക്കുക. എന്നാൽ അലഹബാദിലെ പ്രയാഗയിൽ നടക്കുന്ന പൂർണ്ണ കുംഭമേളയ്ക്കാണ് പ്രാധാന്യം. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി ഒത്തുചേരുന്ന സംഭവം ഒരു പക്ഷേ ഇതായിരിക്കും. ഗിന്നസ് ബുക്ക് അനുസരിച്ച് ഏറ്റവും വലിയ ജനസംഗമം ഇപ്പോൾ ഇതാണ്. വൈദിക കാലഘട്ടത്തിൽ നദീതീര ഉത്സവങ്ങളും സംഗമങ്ങളും നടന്നിരുന്നു. ഭഗവത് പുരാണം, വിഷ്ണു പുരാണം പോലുള്ള ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ദൈവങ്ങളുടെ ശക്തി വീണ്ടെടുക്കാനായി നടത്തിയ പാലാഴി മദനവുമായാണ് കുംഭമേളയെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഗരുഡൻ വഹിച്ചിരുന്ന അമൃതകുംഭത്തിൽ നിന്ന് പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിൽ അമൃത് തുളുമ്പി വീണു എന്നാണ് വിശ്വാസം. ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ് 602-664 AD കാലഘട്ടങ്ങളിലാണ് കുംഭമേള ആദ്യം പ്രതിപാദിച്ച ചരിത്രം വ്യക്തമാക്കിയത്. നദികളിലെ സ്നാനമാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങ്. കൂടാതെ മതപരമായ ചർച്ചകളും ഭക്തിഗാനങ്ങളും മറ്റും നടന്നുവരുന്നു. ഒരുപാട് സന്യാസികൾ ഈ മേളയിൽ പങ്കെടുക്കുന്നു. പൂർണ്ണ നഗ്നരായ നങ്ക സന്യാസിമാർ ഈ മേളയിൽ പങ്കെടുത്തിരുന്നത് കണ്ടുവെന്ന് പ്രസിദ്ധ അമേരിക്കൻ എഴുത്തുകാരൻ മാർക്ക് ട്വെയിൻ പറയുന്നു. കുംഭമേളയെ ആസ്പദമാക്കി നിർമ്മിച്ച ബംഗാളി സിനിമയാണ് അമൃത കുംഭർ സന്താനെ. കുംഭമേളയെക്കുറിച്ച് പ്രസിദ്ധമായ ഒരുപാട് ഹ്രസ്വചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ബോളിവുഡ് സിനിമകളിലെ കഥാപാത്രങ്ങൾ കുംഭമേളയിൽ വെച്ച് പിരിയുകയും പിന്നീട് കണ്ടുമുട്ടുന്നതുമായി കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുഞ്ഞുനാളിൽ കുംഭമേളയിൽ വെച്ച് കാണാതായി എന്ന ഡയലോഗ് ഹിന്ദിയിൽ പ്രശസ്തമാണ്. ദക്ഷിണ കൊറിയയിലെ ജിജുവിൽ നടന്ന 12ാമത് സമ്മേളനത്തിൽ യുനെസ്കോ തയ്യാറാക്കിയ മാനവീയതയുടെ അവർണ്ണനീയ സാംസ്കാരിക പൈതൃകങ്ങളുടെ പ്രാതിനിധ്യ പട്ടികയിൽ കുംഭമേള ഇടം പിടിച്ചു. ആചാരങ്ങൾ, പ്രതിനിധാനങ്ങൾ, വിവിധ സമൂഹങ്ങളുടെ അറിവുകളും കഴിവുകളും തുടങ്ങിയവയാണ് അവർണ്ണനീയമായ സാംസ്കാരിക പൈതൃകങ്ങളായി കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.